guys, welcome to channel Zara's World. ഞാനിതാ ടെറസൊക്കെ വൃത്തിയാക്കണ്. മിന്നൽ വ്ലോഗ് തന്നെ ചെയ്തത് ഇപ്പൊ വ്ലോഗിന്റെ വരുന്നില്ലേ? അവിടെ മനോജേട്ടുണ്ട്, ദാറ്റ് ഈസ് മൈ ഡാഡ്. പിന്നെ ഞാൻ ഉണ്ട്. ഞാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന വെച്ചാൽ ഇതാ സ്പേസ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് കണ്ടില്ലേ? ഞങ്ങൾ വിചാരിക്കുന്നു ഇറങ്ങും, ഞങ്ങൾ വിചാരിക്കുന്നത് ഇവരും ഇവിടെ വരെ വെള്ളാക്കാനാണ്. പക്ഷെ പറ്റത്തില്ല. ഇവിടെ കല്ല് കെട്ടണ്ടിരിക്കും, കല്ല് കെട്ടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ കുറെ പണി വെച്ചാല് ഇവിടെ നിന്നൊക്കെ കല്ലിട്ടിട്ട് പിന്നെ സിമന്റ് ഒക്കെ തേക്കണം. ഇവിടെ നിന്നൊക്കെ കല്ലിട്ടിട്ട് സിമന്റ് ഇട്ട് തേച്ചിട്ട് ടൈലൊക്കെ ഇടണം. കല്ലിടേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മളിത് റെഡിയാക്കും ചിലപ്പോൾ. ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ഇടുകയാണ് ഉണ്ടാക്കുന്ന. വെളിച്ചത്തിന്റെ അടുത്തെത്തിട്ടോ ഞങ്ങള് ഇരുട്ടത്തിൽ പോകാൻ പോവാണ്. സ്ഥലത്തിട്ടുണ്ട്. എന്റെ വീടിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നില്ല ജെറാന്റെ ഒക്കെ വീഡിയോ ഇടുന്ന ഇതാണ് ഗൈസ് ജെറാന്റെ കൂട്. കാണുന്നില്ല അപ്പൊ ആടുണ്ട്. പിന്നെ നോക്കി വയലയുടെ വ്യൂ പോയിന്റ് പോയി എങ്ങനെ ഉണ്ടാവും ഗൈസ്? അതേപോലെ ഞങ്ങളെല്ലാരും തൈലോട് ഇങ്ങനെ നല്ലതായിട്ടോ ഗൈസ്. ഇവിടെ വെള്ളം മഴ നടക്കാണ് ഗൈസ്. വെള്ളം തായരുതാ, ഇത്ര വരെ വെള്ളം കയറിണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കിയാട്ടോ ഗൈസ്, അന്ന് പടക്കൊക്കെ പൊട്ടിച്ചേ. ഷോട്ട് പൊട്ടിച്ച് ഒരാൾ പറ്റിച്ചാണ് ഗൈസ്. ഞങ്ങൾ ചെറുപറ മോള് പോയി ചെറുപറ പൊട്ടുന്നതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താ വിചാരിച്ച മോളിൽ കൂടി പടർന്നു വരുന്നില്ല. അതെനിക്ക് ഉദ്ദേശിച്ചത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഒറ്റ മഞ്ഞ കളറായി അതോളൂ. പക്ഷെ വേഗം തീ പിടിച്ച് മോളിൽ പോയി. നല്ല രസമുണ്ടായിരുന്നു. വിഷു നമ്മുടെ വിഷു സൂപ്പർ ആയിരുന്നു. സംഭവം ഞങ്ങളിതാ നമ്മുടെ വിഷു സൂപ്പർ ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞ ഏതാ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല. ഞങ്ങളിതാ ഇങ്ങനെ നടക്കട്ടെ വെറുതെ, ഒരാവശ്യം അല്ലാണ്ട് വേണ്ടാണ്ട് നടക്കില്ല. ഞങ്ങള് കാണിച്ചേടാ, ഞങ്ങള് ജെറേനെ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊറേ പ്രാവശ്യം നല്ലോണം കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ ഉറങ്ങിയ ഗൈസ്, ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതോളെ കയ്യൊക്കെ കാണുന്നില്ല നിങ്ങള്? ഇതോളാണ് ഗൈസ്. ഓള് നല്ല ഉറക്കാണ്. എണീച്ച് ഗൈസ്. അതാ വന്നിക്കുന്ന ഗൈസ്. ഗൈസ് കണ്ടില്ലേ വന്നിക്കുന്നോള്? അല്ലേ അതിനോട് ഞാളെന്ത് ബലൂണ് ഞാളെ പിന്നെ ബലൂണൊക്കെ കെട്ടി കൊടുത്തു. പിന്നെ കൊടിയൊക്കെ വെച്ചെടുത്തു. ബലൂണ് കാണിച്ചു തരാം. ബലൂണൊന്നും കാണിച്ചു തന്നില്ല ഞങ്ങള്. ബലൂണ് പക്ഷെ ഇപ്പൊ ഇരുടായോണ്ട് അങ്ങനെ കാണൂല. എന്നാലും നായ്ക്കുട്ടീന്റെ കൂടിന്റെ അടുത്ത് ലൈറ്റ് ഉള്ളതിനെ കൊണ്ട് കാണും. വന്നപ്പോ നമുക്കൊന്ന് കാണിക്കാം. അധികം കാണൂല, എന്നാലും അതുകൊണ്ടല്ലേ തന്നെയാണ് തൂക്കിയത്. അതുകൊണ്ട് ഞങ്ങളെ ചെറുതായി ലൈറ്റായിട്ടൊന്ന് ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ല ഗൈസ്, ഒരു ഓറഞ്ച് പച്ച വെള്ള ഇങ്ങനത്തെ ഒരു ഡിസൈനുള്ള ഗൈസ്. ഇന്ന് മഴക്കാറുണ്ട്. നല്ല അമ്പിളിമാനെ കണ്ടില്ല ഗൈസ്. ഫുൾ വ്യൂ, നല്ല തണുപ്പുള്ള ഏരിയ അവിടെ. ഞാളിപ്പോ നിക്കുന്ന സ്ഥലം ഗൈസ്, ഞാളിപ്പോ നിക്കുന്ന സ്ഥലം എന്ന് വെച്ചാല് ബാലുശ്ശേരി ആ ഭാഗത്തൊന്നല്ല. ഞാളിപ്പോ ഉള്ളത് വെച്ചാല് വയലയുടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. വയലയുടെ ഭാഗത്തുള്ളത്. അതാകുമ്പോൾ ഇവിടെ വീടുണ്ടാക്കിയാണ്, കൂടുതലൊക്കെ കഴിഞ്ഞാണ്. പക്ഷെ ഇവിടെ നല്ല തണുപ്പാട്ടോ വയലട. നമ്മള് എന്താ പറയാ, പക്ഷെ ഞങ്ങൾക്ക് വ്യൂ പോയിന്റിലേക്ക് അങ്ങനെ നടന്നു പോകണമെങ്കിൽ ഇവിടുന്ന് കുറേ ദൂരം പോകാനുണ്ട് വ്യൂ പോയിന്റിലേക്ക്. ഞങ്ങളിവിടെ കണ്ടാ വിചാരിക്കും അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. സാധാരണ ഏതെങ്കിലും ഏരിയ ആയിരിക്കും. പക്ഷെ ഇത് ഫുള്ളൊരു കാട് പോലെയാണ്. പക്ഷെ ഇതില്ലേ ഇത് വയലാട് ആനെ കൊണ്ട് ഇവിടെ നല്ല തണുപ്പുള്ള ആൾക്കാരൊക്കെ ഇതാ. അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്, അവിടെ ചുറ്റും വീടാണ്. അവിടെ ഒരു വീടുണ്ട്, അവിടെ എന്തോന്ന് മുകളിലുണ്ട്. പിന്നെ ഒന്നതാ ആ സൈഡിലുണ്ട്.
പിന്നെ ഇവിടെ ഒരു വീടുണ്ട്. ആടുണ്ട്. പിന്നെ അതായത് പിന്നെതാ എൻ്റെ വീട്. പിന്നെ ഒന്ന് ആടുണ്ട്. എന്നാ അവിടെയൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും വീടൊക്കെ കേട്ടോ. കുറച്ച് സ്ഥലത്ത് ആട് അവിടെ അവിടെ സ്ഥലത്തൊക്കെ വീടുണ്ട്. അത്യാവശ്യത്തിനൊക്കെ വീടുണ്ട് ഇവിടെ. അത്യാവശ്യത്തിനൊക്കെ വീടുണ്ട് ഇവിടെ. പക്ഷേ വിചാരിക്കും ഇവിടെ എന്താ പറയാ, നിങ്ങൾ വിചാരിക്കും ഇത് ബാലുശ്ശേരി ഒക്കെ ഭാഗത്താണ്. പക്ഷെ മറ്റേ കോഴിക്കോട് അങ്ങനത്തെ നോർത്ത് ആ ഭാഗത്തൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളിപ്പോ നിക്കുന്ന വെച്ചാൽ വയലയുടെ ഭാഗത്താ. വയലട നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. വയലട ഒരു പറമ്പ് പോലത്തെ സംഭവം. ഇത് ഞങ്ങൾ ഈ സ്ഥലം നോക്കി. ഇത് ആ തോട്ടാണ് മറ്റേ റബ്ബർ തോട്ടം. റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബറാണ് ഗൈസ്. അത്യാവശ്യം നല്ല മോനെ. പക്ഷെ കൊറേ കാണിച്ചു, പക്ഷെ അടിച്ചു വരുന്നൊന്നും നല്ലോണം കാണിച്ചില്ല. അപ്പൊ നമുക്ക് കാണാം. മെയിനായിട്ട് നമ്മള് ഈ അടിച്ചു വരുന്നത് കാണിക്കാനാണ് വീഡിയോ എടുത്തത്. അപ്പൊ നമ്മളത് കാണിച്ചില്ല. ഇവിടെ അധികം ഇവിടെ ലൈറ്റ് ഒക്കെ വെക്കണോ? ഇതിപ്പോ ഇങ്ങനെ ആക്കി എടുക്കാണ്. ഇവിടുന്ന് കോരി ഇവിടെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ അടിച്ചു വരൂ. അതൊക്കെ ഇവൻ വെറുതെ സ്റ്റൈൽ വേണ്ടി കാണിക്കട്ടോ. ഒക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് ഗൈസ് ഈ പൈപ്പ് തൊടാത്ത ആളാണ് ഞാൻ. ചൂല് മര്യാദയ്ക്ക് വെച്ചാൽ ഞങ്ങൾ സിറക്കൊക്കെ വേണ്ടി അവിടെ പാർക്കൊക്കെ ഉണ്ടാക്കി ഗൈസ്. അപ്പൊ നമുക്ക് അത് കാണാം. ഇതാണ് എന്റെ വീടിന്റെ ഒരു ഭാഗം. ഇതാ നിങ്ങളല്ല ജർമ്മഷപ്പാടെന്നൊക്കെ കൊടുക്കണം. എന്താ ഇങ്ങനത്തെ ഫുഡ് കൊടുത്താൽ മതി. ഫോക്കസ്. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്. റൂൾസ് ഇപ്പൊ കാണിക്കുന്നില്ല, ഞങ്ങക്ക് വേറെ പണിയുണ്ട്. ഇതാ സെറേനെ പാർക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നല്ലതാണ്. ഇതാ ഇവിടെ ഒരു സാധനം എഴുതിച്ചക്ക് ജറ പാർക്ക്. ഇതാ പിന്നെ നമ്മളെ കോഴിക്കളുണ്ട് ഇവിടെ. ഇതാ ഗൈസ് കണ്ടില്ലേ? ഇതാ ഇവിടെ ഇരിക്കുമ്പോട്ടോ നല്ല വ്യൂ പോയിന്റ്. ടെറസിന്റെ മുകളിൽ നല്ല കൊടിയുണ്ട്. സെറ അവിടെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ കൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതാണ് കൊടി. ഇതാ ഇവിടെ പിന്നെ കുറെ റോസ് കൃഷികളൊക്കെ അങ്ങനത്തെ ഉണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് വേഗം വിടാം. ഇനി മുകളിലെത്തിയിട്ട് കാണാൻ പോയി ഗൈസ്. ഞങ്ങൾ ആ കോണി കയറി മുകളിലെത്തി. ഇതാ ഗൈസ്. അപ്പൊ ഞങ്ങളിതാ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മള് സെറാനെ കാണിച്ചുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം. ബൈ ബൈ. കാണിക്കട്ടെ ഗൈസ്. എന്നൊക്കെ ബൈ ബൈ പറയുന്ന മുമ്പ് സെറാനെ കാണിക്കട്ടെ. സെറാനെ ബൈ ബൈ പറയുന്നെന്ന് പറഞ്ഞത് നമ്മൾ സെറാനെ ആദ്യം ഒന്ന് കാണിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ഇനി ഞങ്ങളെ കാണിക്കട്ടെ. വീഡിയോ